ഹലോ. ആശാൻ എന്ന സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു കാര്യങ്ങൾ കോമിക്കലായിട്ട് അവതരിപ്പിക്കുന്ന കുറച്ച് എക്സാജറേഷനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചൊക്കെ അതിൽ ഇങ്ങനെ ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ടെന്ന് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അതുപോലെ എന്നാൽ കുറച്ച് വിരസതയും ഒരു ലാഗായിട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങൾ അവർ കോമിക്കലായിട്ടാണെങ്കിലും അവർ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് സിനിമയെക്കുറിച്ച് ഞാൻ മൊത്തത്തിലുള്ള എൻ്റെ ഒരു അവലോകനവും എൻ്റെ കുറേ എക്സ്പ്ലനേഷൻസുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്പോയിലേഴ്സും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണാതിരിക്കുക. കണ്ടവർ ഇതുമായിട്ട് ഞാനുമായിട്ടൊന്ന് ഇങ്ങനെ സംവേദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സത്യത്തിൽ ആശാൻ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതൊരു കലാരൂപത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരുടെ വേദനകളുടെ കഥയാണ്. അവരുടെ നടന്നതും നടക്കാത്തതുമായ ആശകളുടെ കഥയാണ്. ഇപ്പം ഈ ഒരു സിനിമ എന്ന സ്വപ്നം കണ്ട് എത്രയോ ചെറുപ്പക്കാർ ഇവിടെ അലയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്രയോ റീലുകൾ, എത്രയോ അവരുടെ കോപ്രായങ്ങൾ, ഇതെല്ലാം അവർ ഈ ഒരു സിനിമ എന്ന മാധ്യമം തന്നെ ആയിരിക്കുമല്ലോ ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ. അപ്പം അങ്ങനെ ആ ഒരു സിനിമ എന്ന ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പൊരുതുന്നവരുടെ കഥ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ആശാൻ പറയുന്നത്. ഇപ്പം എന്നാൽ ആ സിനിമയ്ക്ക് ഇതിലിപ്പോൾ എന്താ പറയുക, കേന്ദ്ര കഥാപാത്രമായ ജോമോൻ ജ്യോതിൻ്റെ അനന്തരാമൻ 10 വർഷമായി പുള്ളി സിനിമയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ആ സിനിമയിൽ അദ്ദേഹം എത്തിപ്പെട്ടാൽ തന്നെ അവിടെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം എത്രമാത്രം അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. സൗണ്ട് പ്രൂഫിംഗ് സെക്ഷനിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് സിനിമയിൽ. എന്നാൽ അദ്ദേഹം സിനിമയിൽ എത്തിപ്പെട്ടത് തന്നെ ആശകളുടെ നേരിയൊരു എന്താ പറയുക, ആശകളുടെ കിരണത്തിൻ്റെ നേരിയൊരു നൂൽപ്പാലത്തിൽ പിടിച്ച് കയറിയിട്ടാണ് അദ്ദേഹം ആ സിനിമ എന്ന മാധ്യമത്തിലേക്ക് എത്തുന്നത്. സിനിമയിൽ നിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെ ഫോണിൽ വിളിച്ച് അയാളെ ബുദ്ധിമുട്ടിച്ച് അതിൽ നിന്നൊരു ചാൻസ് ഉണ്ടാക്കിയാണ് ജോമോൻ ജ്യോതിൻ്റെ അനന്തരാമൻ സിനിമയിൽ എത്തുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെടുന്നത്. ഇങ്ങനെ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. അത്രയും വലിയൊരു സിംഗ് സൗണ്ട് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ദ്രജിത്തിൻ്റെ ഹലാൽ ലവ് സ്റ്റോറിയിലാണ് തോന്നുന്നത് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടി ആളുകൾ ഈ ADs അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടി ഓടി നടക്കുന്നതൊക്കെ നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സിനിമയാണെന്ന് തന്നെ എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതുപോലെ ഇതിൽ ഈ ഒരു ഫ്ലാറ്റിലുള്ള ചെറിയ ചെറിയ സൗണ്ട് പോലും പ്രൂഫ് ഇങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു AD കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ ഇതിൽ വളരെയധികം കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ആശാനും. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഇതായിട്ട് അദ്ദേഹം പല കോമാളിത്തരങ്ങളും കാണിക്കുന്നുണ്ട്. സിനിമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നിട്ട് അദ്ദേഹം അതിലെത്തിപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ട് പോലും മറ്റുള്ളവരുടെ കുതികാൽ വെട്ട് മൂലം അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടുന്നത് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഇതിലെ സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിൻ്റെ മാനേജറും കൂടി ഇദ്ദേഹത്തിന് പാര വെക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെട്ടവരെ തന്നെ പാര വെക്കാനും അവരെ തടയാനും, ശരിക്കും പറഞ്ഞാൽ ഒരു 100 ടേക്ക് പോയി 110 ടേക്ക് പോയി എന്നൊക്കെ പറയുന്ന ഒരു എക്സാജറേഷനാണ്. പക്ഷേ ഇതും സിനിമയിൽ സംഭവിച്ചുകൂടെ? ആശാൻ അവിടെ അത്രയും. പിന്നെ ആശാന്റെ ആ ഒരു സഭാകമ്പം, നമ്മളിപ്പോൾ എത്ര സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ആളുകളെ നമ്മൾ മുമ്പിൽ കാണുമ്പോൾ നമ്മളെ ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സഭാകമ്പവും നമ്മളിലുള്ള ആ കഴിവുകളും പുറത്തു വരണമെന്നില്ല. അതും നമുക്ക് ആശാന്റെ ആ ഒരു സീനിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ആശാൻ വിജയിച്ചാൽ പോലും ആശാനെ പുറകിൽ നിന്ന് വലിക്കാനും അദ്ദേഹത്തിനെ അതിൽ നിന്ന് ഔട്ടാക്കാനും അവിടെ അകത്ത് 2 പേര് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, സൂപ്പർ സ്റ്റാറും അദ്ദേഹത്തിൻ്റെ മാനേജറും. അപ്പം അങ്ങനെയുള്ളവരുടെ കഥ കൂടി ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ സൂപ്പർ സ്റ്റാറായ ആളുകളുടെ ചിലവരുടെയൊക്കെ വാശികളും അവരുടെ കുറേ പിന്നെ കടുംപിടുത്തങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഡയറക്ടേഴ്സ്. ഇപ്പം ഇതിലെ ഡയറക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളൊക്കെ ഫ്ലോപ്പായതിനു ശേഷമാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുന്നത്. പക്ഷെ അപ്പോഴും ഈ ഒരു താരത്തിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ കടുംപിടുത്തത്തിനും ഇതിനുമൊക്കെ അയാൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാളുടേതായ രീതിയിൽ. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകളുടെ കഥയും കൂടി നമുക്ക് ഈ ആശാൻ എന്ന സിനിമയിൽ കാണാം. അപ്പോൾ ആശാൻ പുറമേ കാണുന്ന അല്ലെങ്കിൽ ആദ്യം കാണുമ്പോൾ തോന്നുന്നതിനേക്കാൾ മറ്റ് തലങ്ങളിൽ അർത്ഥമുള്ളൊരു ചലച്ചിത്രമാണ്. അതിൽ കഥകളിയുടെ കഥയും കൂടെ പറയുന്നുണ്ട്. അത് ലോക സിനിമയുടെ കഥ തന്നെയാണ്. അത് അംഗീകാര മോഹികളും സിനിമാ മോഹികളുമായി നടക്കുന്ന വിജയിക്കാത്ത അല്ലെങ്കിൽ റീലുകളിൽ കഴിവുകളും കോപ്രായങ്ങളും കാണിക്കുന്നവരുടെ വേദനകളും കൂടി അതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ സിനിമക്കുള്ളിൽ ഒരു സിനിമയുണ്ട്, അതിലൊരു കഥയുണ്ട്. സിനിമാ പിടുത്തത്തിലുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. സിനിമയിലെയും കഥകളിലെയും അവരെ സഹായിക്കാൻ ചെല്ലുന്നവരുടെയും അതിൽ പ്രവർത്തിക്കുന്നവരുടെയും കഷ്ടപ്പാടുകളുടെ ഒരു നേർചിത്രവും നമുക്കിതിൽ കാണാം.
ഇപ്പം അനന്തരാമൻ ആശാന് വേണ്ടി ഉണ്ടാക്കിയൊരു പടം, അത് വാക്യാർത്ഥത്തിൽ അവൻ്റെ കുടുംബത്തിൻ്റെ ആവാതിരിക്കാം. അവന് അനിയത്തി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ വ്യംഗ്യാർത്ഥത്തിൽ അത് അവൻ്റെ അച്ഛൻ്റെയും കഥകളിയെ തോൽപ്പിച്ച സിനിമയുടെയും കഥയാണ്. അവൻ്റെ അച്ഛൻ കഥകളിക്കാരനായിരുന്നു. കഥകളിക്കാരുടെ കുഞ്ഞല്ലേ. സിനിമ എന്ന പുലി വന്നിട്ട് കഥകളി പോലുള്ള നമ്മുടെ നാടൻ കലാരൂപങ്ങൾ അന്യം നിന്ന് പോയി. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ കലാരൂപത്തെ തന്നെയാണ് സിനിമയാകുന്ന ആ പുലി വന്ന് പിടിച്ചിട്ടുണ്ടാവും. അതോടുകൂടി അദ്ദേഹം അന്യം നിന്നവനായി, അദ്ദേഹത്തിൻ്റെ കലാരൂപം അന്യം നിന്നതായി. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിൽ പ്രതികാരം തോന്നിയിരുന്നു. പക്ഷേ സിനിമാക്കാരുടെ സൃഷ്ടികൾ, അതായത് അവരുടെ സിനിമകൾ അദ്ദേഹം അവരുടെ കുഞ്ഞുങ്ങളായി കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പുലിയോട് ക്ഷമിക്കാൻ കഴിഞ്ഞത്. അതായിരിക്കുമല്ലോ ആ പുലിയെയും കുഞ്ഞുങ്ങളെയും കാണിക്കുന്നത്. അപ്പം അവൻ്റെ അച്ഛൻ സിനിമാക്കാരന് സ്വന്തം കുഞ്ഞുങ്ങൾ ഉള്ളതായി കാണുന്നു, അവരോട് ക്ഷമിക്കുന്നു. സ്വന്തം മകൻ ഈ പുതിയ കലാരൂപത്തിൻ്റെ ഭാഗമാകുന്നു, അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ മകൻ ആ അച്ഛൻ്റെ വേദന മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ആശാന പോലെയുള്ള ഒരു അച്ഛൻ്റെ വേദനയും ആ മകൻ മനസ്സിലാക്കുന്നുണ്ട്. ആ രണ്ട് വേദനകളും കൂടി ചേർന്നാണ് അവനൊരു പുതിയ കുഞ്ഞുണ്ടാവുന്നത്, അതായത് അവനൊരു പുതിയ സൃഷ്ടി ഉണ്ടാവുന്നത്. ഇതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ബജറ്റിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. ബജറ്റ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ബജറ്റ് കിട്ടിയപ്പോഴാണ് അവന് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് അവനങ്ങനെ തൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടുന്ന ഒരു കലാരൂപത്തെ അവൻ കണ്ടെത്തുന്നത്. ആശാൻ അവനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് നിർബന്ധിക്കുമ്പോഴും തന്നിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു സീനുണ്ട്. അതും ആദ്യമൊന്നും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ പിന്നെയാണ് നമുക്കത് ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പോൾ എവിടെയായാലും നമുക്ക് ഇപ്പോൾ ബജറ്റിൻ്റെ ആയാലും മറ്റുള്ള ആളുകളുടെ ആയാലും ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളിൽ എന്താണുള്ളതെന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉള്ളിൽ നമ്മൾ ഉരുകി തീരാനാണ് സാധ്യത. പിന്നെ അതുപോലെ ഇതിലെനിക്ക് ഫസ്റ്റ് സീനിലായ ഇമോഷണൽ സീന്, ഇവൻ യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്ത് എവിടെയോ ആലോചിച്ചിരിക്കുന്ന അച്ഛന് കഥകളി പദങ്ങളുടെ ഒരു ഓഡിയോ വെച്ചു കൊടുക്കുന്നതും, അവൻ അമ്മയെ പിന്നെ ബൈക്കിൻ്റെ മിററിലൂടെ നോക്കുന്നതും, അത് കഴിഞ്ഞ് തിരിഞ്ഞ അമ്മയോട് യാത്ര ചോദിക്കുന്നതും, അപ്പോൾ അമ്മ വിഷമത്തോടുകൂടി നോക്കുന്ന ആ ഒരു ഇമോഷണൽ സീനാണ്. അത് ഒരുപാട് നമുക്ക് ഉള്ളിൽ തട്ടുന്ന അല്ലെങ്കിൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു സീനാണത്. അതും എനിക്ക് ഈ സിനിമയിൽ വളരെയധികം ഇമോഷണലായിട്ട് ഇഷ്ടമുണ്ടായ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായങ്ങൾ. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. അതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായങ്ങളിൽ വല്ല അർത്ഥമുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ പരിഗണിക്കണം. ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.